നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ അവകാശവാദങ്ങളെ തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. കാന്തപുരം AP അബൂബക്കർ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതായി അറിയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സ്ഥിരീകരിച്ചു. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ എല്ലാ സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിമിഷപ്രിയയ്ക്കായി യമനിലെ പ്രാദേശിക അധികാരികളുമായും കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായും നിരന്തരം വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിയമസഹായത്തിനായി സർക്കാർ അഭിഭാഷകനെ ഏർപ്പെടുത്തി. സൗഹൃദ രാഷ്ട്രങ്ങൾ വഴിയും വിദേശകാര്യ മന്ത്രാലയം ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവും പരസ്പര സമ്മതത്തോടുകൂടിയുള്ള പരിഹാരത്തിനായി യോജിച്ച ശ്രമങ്ങളാണ് നടക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ അവകാശവാദങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളി. കാന്തപുരം AP അബൂബക്കർ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതായി അറിയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ സ്ഥിരീകരിച്ചു. This is a very sensitive matter and the government of India has been offering all possible assistance in the case. We have provided legal assistance and also appointed a lawyer to assist the family. We continue to closely follow the matter. We are also in touch with some friendly governments in this regard. The other part of your question was as far as the role of the entity that you mentioned, I have no information to share on this account. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണെന്നും പുരോഗതികൾ എല്ലാ ദിവസവും വിലയിരുത്തപ്പെടുന്നുണ്ടെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.